ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. 14.5 ലക്ഷം കോടി ചിലവിലാണ് ചൈന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമിന്റെ നിർമ്മാണം ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് 2025 ജൂലൈ 19 ആരംഭിച്ചത്. ഈയൊരു ഡാമിൽ നിന്നും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായ ത്രീ ഗോർജസ് ഡാമിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ടിബറ്റിൽ നിർമ്മാണം ആരംഭിച്ച ഈ ഡാം ചൈനയിൽ ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശ്, ആസാം എന്നിവയിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര പുഴയുടെ ഒഴുക്കിനെ മുഴുവനായും നിയന്ത്രിക്കാൻ ഇനി ചൈനയ്ക്ക് സാധിക്കും. ഇതിലൂടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് വേനൽക്കാലങ്ങളിൽ ഇന്ത്യയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടാക്കാം. കൂടാതെ മൺസൂണിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂട്ടി വെള്ളപ്പൊക്കമുണ്ടാക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതുപോലെ ചൈനയും ഇന്ത്യയും തമ്മിൽ നിയമപരമായി വെള്ളം പങ്കുവയ്ക്കുന്നതിൽ കരാറുകളൊന്നുമില്ല. അതുകൊണ്ടുതന്നെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ വിവരങ്ങൾ ഇന്ത്യയ്ക്ക് ചൈന കൈമാറേണ്ടതിന്റെ ആവശ്യകതയില്ല. ഇതിലൂടെ ഇന്ത്യയിലെ കൃഷിയെയും മത്സ്യബന്ധനത്തെയും ചൈനയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഭാവിയിലെ യുദ്ധത്തിൽ ഡാമിനെ ഒരു ആയുധമായി ചൈനയ്ക്ക് മാറ്റാൻ സാധിക്കും. ഇന്ത്യയ്ക്കെതിരെ ചൈനയ്ക്ക് വാട്ടർ ബോംബിംഗ് നടത്താൻ സാധിക്കും. കൂടാതെ ഹിമാലയത്തിൽ ഇതുപോലെ ഒരു വലിയ ഡാം ഉണ്ടാക്കുന്നത് ഭൂമികുലുക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും. ഇന്ത്യയുടെ ജലസുരക്ഷയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഇതൊരു വെല്ലുവിളിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ദിവസവും പുതിയ അറിവുകൾ നേടാൻ എന്നെ ഫോളോ ചെയ്യൂ.